ഇന്ന് നമ്മളിത് ലൈബ്രറിയിലേ പായസ മത്സരം നടക്കുന്നുണ്ട്. അപ്പോൾ ഞാനത് കാണാൻ പോയിക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ ലൈബ്രറിയിലൊക്കെ എത്തി. ഇനി നമുക്ക് ലൈബ്രറിയുടെ ഉള്ളൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഒരുപാട് പുസ്തകങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ ഇതാണ് നമ്മൾ ലൈബ്രറിയുടെ ഉള്ളിൽ. അപ്പോൾ കുറേ നല്ല നല്ല ബുക്കുകളൊക്കെ ഉണ്ട് ഇവിടെ. അതൊക്കെ നമുക്കിങ്ങനെ വായിച്ച് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഇവിടെ കുട്ടികളൊക്കെ എൻ്റെ മക്കളൊക്കെ വന്നിട്ട് പുസ്തകങ്ങളൊക്കെ എടുത്തിട്ട് വരും. അപ്പോൾ നമ്മൾ ലൈബ്രറിയുടെ ഉള്ളിലത്തെ കാഴ്ചകളൊക്കെ കണ്ടല്ലോ. ഇനി നമ്മളിത് പുറത്ത് പായസ മത്സരത്തിൽ പങ്കെടുക്കാനുള്ള ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. അവരെല്ലാവരും റെഡി ആയിട്ട് അവിടെ ഇരിക്കണം. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. അങ്ങനെ ഇതാ ഇത്രയും ആൾക്കാർ ഇവിടെ മത്സരത്തിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുണ്ട്. അപ്പം അങ്ങനെ പായസത്തിൻ്റെ റിസൾട്ട് പറയാൻ വന്ന സാറുമാർ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ആ സാറുമാർ. ഇവരാണ് പായസം ടേസ്റ്റ് ചെയ്തിട്ട് റിസൾട്ട് പറയുക. അപ്പോൾ എല്ലാവരും കൂടുന്ന പായസങ്ങൾ ഇങ്ങനെ വെറൈറ്റി പായസങ്ങൾ ഇങ്ങനെ ടേബിളും ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ജഡ്ജ്മെൻറ്റ് വന്നിട്ട് അതിൻ്റെ റിസൾട്ട് പറയണം. പിന്നെ ഇതൊരു ആയുർവേദ ഡോക്ടറാണ്. അതും ഇവരും ഇതിൽ നമ്മളെ പായസ മത്സരത്തിൽ പങ്കെടുക്കാൻ വന്നത് തന്നെയായിരുന്നു. അപ്പോൾ ഡോക്ടർ ചെറിയ ഉപദേശങ്ങൾ ഒരു സദ്യനെ പറ്റിയിട്ടും അതുപോലെ ചെറിയ ഭക്ഷണത്തിനെ പറ്റിയിട്ടുള്ള ക്ലാസ്സുകളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ റിസൾട്ട് വന്ന് നമ്മുടെ അടുത്തുള്ള റീന ചേച്ചിക്ക് തന്നെയാണ് സമ്മാനം കിട്ടിയത്, 1ാം സമ്മാനം കിട്ടിയത്. അപ്പോൾ ഒരു പൊന്നാടൊക്കെ അണിയിച്ച് അപ്പോൾ സമ്മാനദാനമൊക്കെ കഴിഞ്ഞ് പിന്നെ ഇനിയിപ്പോൾ ഇവിടെയുള്ള പരിപാടികളൊക്കെ അവസാനിച്ച് ഇനിയിപ്പോൾ ഒരു പായസം കുടിക്കുകയാണ്. എല്ലാവർക്കും കൊടുന്ന പായസങ്ങളൊക്കെ എല്ലാവർക്കും വിതരണം ചെയ്ത് അത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവരും പിരിയാണ്. പിന്നെ വേറെ പരിപാടികളൊന്നുമില്ല. അപ്പോൾ പിന്നെ നമ്മുടെ നാട്ടിലത്തെ ഇനി വേറൊരു നല്ല നല്ല വീഡിയോസൊക്കെ വരുമ്പോൾ ഞാൻ ഇനിയും ഇതിൽ ഷെയർ ചെയ്യും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.